കെട്ടിട നിർമ്മാണത്തിന് ശേഷം പഞ്ചായത്തുകളിൽ നമ്പരിടുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അടയ്ക്കേണ്ട ഒരു സെസ്സാണ് ബിൽഡിംഗ് സെസ് അഥവാ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്. അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി പ്രധാനമായും 5 സ്ലാബുകളിലായിട്ടാണ് ഈ സെസ്സിൻ്റെ എമൗണ്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ആദ്യം 0 മുതൽ 100 m² വരെ 7050 രൂപയും 101 m² മുതൽ 200 m² വരെ 9350 രൂപയും 201 to 300 m² വരെ 11000 രൂപയും 301 മുതൽ 400 m² വരെ 13050 രൂപയും 400-ന് മുകളിലോട്ടുള്ളത് മുഴുവൻ കെട്ടിടങ്ങൾക്കും 16600 രൂപയും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാനമായും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ഇത് എല്ലാ ഏരിയയിലും ഇത് ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിൽ 106.95 m²-ന് മുകളിലോട്ടുള്ള ഏരിയയുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം സെസ് കണക്കാക്കപ്പെടുന്നതാണ്. അതിന് താഴോട്ടുള്ള കെട്ടിടങ്ങൾക്ക് സെസ് കണക്കാക്കപ്പെടുന്നതല്ല. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യമായി എക്സാമ്പിൾ 1, 73 m² ഉള്ള ഒരു കെട്ടിടത്തിന് നമ്മൾ ഇതിൽ നോക്കുള്ള സ്ലാബ് എന്ന് പറഞ്ഞാൽ അപ് ടു 100 m²-നുള്ളതിന് 7050 രൂപയാണ്. അപ്പോൾ 73 m² ഇൻറ്റു 7050 ഈസ് ഈക്വൽ ടു 5,14,650 രൂപ എന്ന് കിട്ടും. അതിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 1% നമ്മൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്സായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 5,14,650 വരെ 1% എന്നുള്ളത് 5146.50 രൂപയാണ്. അതാണ് അതിൻ്റെ സെസ് എമൗണ്ട് എന്നുള്ളത്. രണ്ടാമത് 100-ന് മുകളിലോട്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ സെസ് കണക്കാക്കപ്പെടുന്നത് നോക്കാം. 123.75 m² ഉള്ള ഒരു കെട്ടിടത്തിന് നമ്മൾ എടുക്കുന്ന സ്ലാബ് 9350 രൂപയാണ്. അപ്പോൾ 123.75 9350 ഈസ് ഈക്വൽ ടു 11,57,062.50 എന്നാണ്. അതിൻ്റെ 1% എന്നുള്ളത് കണ്ടുപിടിക്കാൻ 11,57,062.50 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 11,570.62 എന്ന് രൂപയാണ്. അടുത്തത് മൂന്നാമതായിട്ട് കണക്കാക്കി 200-ന് മുകളിലോട്ടുള്ള ഒരു ബിൽഡിങ്ങിന് കണക്കാക്കുമ്പോൾ 275 ഇൻറ്റു അതിൻ്റെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 11,000 രൂപയാണ്. അപ്പോൾ 275 ഇൻറ്റു 11,000 ഈസ് ഈക്വൽ ടു 30,25,000 എന്ന്. അതിൻ്റെ 1% എന്നുള്ളത് 30,25,000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 30,250 രൂപ എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. 30,250 രൂപ എന്ന് ലഭിക്കുന്നതാണ്. അടുത്തതായി 300-ന് മുകളിൽ നമ്മൾ കണക്കാക്കപ്പെടുന്നതാണെങ്കിൽ ഏകദേശം ഒരു 334 m² ഉള്ള ഒരു വീട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ 334 ഇൻറ്റു 13,050 രൂപ എന്ന സ്ലാബ്. 13,050 ആണ് 300-ന് മുകളിലുള്ള വീടുകളിലെ സ്ലാബ്. ഓക്കെ, അപ്പോൾ 13,050 രൂപ. 334 ഇൻറ്റു 13,050 ഈസ് ഈക്വൽ ടു 43,58,700 രൂപ. ഓക്കെ, 43,58,700. ഇതിൻ്റെ 1% കണക്കാക്കപ്പെടുമ്പോൾ നമുക്ക് 43,587 രൂപ എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് 400-ന് മുകളിലുള്ള ഒരു ബിൽഡിങ്ങിനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 480 m² ഉള്ള ഒരു ബിൽഡിങ്ങിനെ കണക്കാക്കുകയാണെങ്കിൽ 480 ഇൻറ്റു 16,600 രൂപ. 16,600 രൂപയാണ് ആ 400-ന് മുകളിലോട്ട് കണക്കാക്കപ്പെടുന്ന സ്ലാബ്. ഓക്കെ, 480 ഇൻറ്റു 16,600 ഈസ് ഈക്വൽ ടു 79,68,000 രൂപ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ 1% എന്നുള്ളത് 79,680 രൂപ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ബിൽഡിംഗ് സെസ് കണക്കാക്കപ്പെടുന്നത്.